ഇനി ഞാൻ അളിയാന്ന് വിളിക്കൂല, അണ്ണാന്നേ വിളിക്കൂ. ഇത്രയൊക്കെ ചെയ്യാൻ എവിടെ ധൈര്യം കിട്ടി? കള്ള, എന്റെ പെങ്ങളെ വളച്ചെടുത്തല്ലേ? ആരാ നിന്റെ അളിയെന്ന്? കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. അയ്യേ, അവര് കെട്ടിപ്പിടുത്ത ഉമ്മ വയ്ക്കാൻ നക്കലും. എടാ, ഞാൻ നിന്റെ ആരാ? ഭാര്യയുടെ ആങ്ങള. ഭാര്യയുടെ ആങ്ങളെയോ? ഞാൻ നിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവാ, മനസ്സിലായോ? അതായത് അച്ഛനില്ലാത്ത നിനക്ക് അച്ഛന് തുല്യമാ, മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നീ എന്നെ എന്താ വിളിക്കേണ്ടത്? അച്ഛാന്ന്. എടാ, ഇന്നു മുതല് ഈ വീട്ടിലെ കാരണവർ ഞാനാ, മനസ്സിലായോ? അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൻ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന പോലെ നടക്കൂ, മനസ്സിലായോ? സമയം ഒരുപാടായി, പോകൂ, ഉറങ്ങൂ. അച്ഛാ, അല്ല, എന്ത് വേഷായത്? എങ്ങനെയുണ്ട്, കൊള്ളാമോ? മുറ്റത്തേക്ക് ഇറങ്ങിയെന്നാല് വീടിന് കണ്ണു കിട്ടും. കളിയാക്കണ്ട. എന്താ ഇത്? പാല്. ഡെയിലി പാല് കുടിക്കൂ? അതാ ഇങ്ങനെ ഗുണ്ടായിട്ടിരിക്കുന്നത്. അയ്യോ, എനിക്കല്ല, പിന്നെ രാമേട്ടനാ. എനിക്കോ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഓർമ്മിപ്പിച്ച് നന്നായി, ഇല്ലെങ്കിൽ വ്രതം തെറ്റിയനെ. വ്രതോ? പിന്നെ കല്യാണത്തിന് ശേഷം 41 ദിവസം വ്രതം എടുത്തോളാന്ന് വഴിപാട് നേർന്നിരിക്കല്ലേ? എന്തിന്? നമുക്കുണ്ടാകുന്ന കുട്ടികള് ബധിരരോ മൂകരോ ഒന്നും ആകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പാല്, മുട്ട, ഇറച്ചി, മീന്, പിന്നെ സ്ത്രീ സമാഗമം ഒന്നും പാടില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? അതൊക്കെ 41 ദിവസം കഴിഞ്ഞ് എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. എനിക്ക് ഞാനിവിടെ മാറിക്കിടന്നോളാം. നല്ല കുട്ടിയായിരിക്കും നമ്മുടെ കുട്ടി. അയ്യോ, രാമൻകുട്ടി എന്തേ കാണിക്കണേ? ബോസൊന്നും കാണിച്ചില്ലല്ലോ. ഇത് ചേച്ചിയുടെ സീറ്റാ. ചേച്ചി അല്ലാതെ ഇവിടെ ആരും ഇരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവുമെന്നറിയോ? എന്താ മൂക്ക് കേറ്റു? ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും, അല്ലാതെ ചേച്ചിയല്ല. എന്താ രാമൻകുട്ടി പറയണത്? മലയാളം, പച്ച മലയാളം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? രാമേട്ടൻ അവിടെ ഇരുന്നോട്ടെ, ഇപ്പൊ വലിയ ചൂടില്ലല്ലോ. ചോറ് കിടന്നിക്കോട്ടെ. നല്ല ടേസ്റ്റ് ഈ കറിക്ക്. ഇതാരുണ്ടാക്കിയതാണ്? അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ. ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ. സെക്രട്ടറി, കുറച്ചുകൂടെ വിളമ്പൂ. വിളമ്പൂ. എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. പാവം സർവന്റ്, ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇരിക്കേ മാഡത്തിന് ഞാൻ വിളമ്പി തരാം. പറഞ്ഞാ പോരെ, ഞാൻ വിളമ്പി തരൂല്ലേ? അയ്യോ, നീ എന്തെന്നാ കാണിച്ചേ? നീ എന്താ വിചാരിച്ചേ? ഇതാരാന്നറിയുമോ? എന്റെ ഭാര്യയുടെ ചേച്ചിയാ. കാണിക്കോ, ഞാൻ തല്ലും. നീ എന്നെ തല്ലുവല്ലേ? നീ എന്നെ തല്ലു. പോയി. സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. ചേച്ചി, അവനെന്നെ തല്ലി. ആരെ? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? രാമൻകുട്ടി സാറ്. ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്താ ഈ കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ.
ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ല മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ? എവിടെ അവൻ? രാമൻകുട്ടി! എന്താ ചേച്ചി എന്നെ വിളിച്ചോ? മാഡം വെയിലത്തുനിന്ന് വന്നല്ലേ, നല്ല ക്ഷീണം കാണും. യു വാണ്ട് ഫ്രൂട്ട്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൊക്കോള, ഫാന്റ, മിറാണ്ട? രാമൻകുട്ടി, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചേച്ചി, ദുരുദ്ദേശം തന്നെ. ഈ പുത്തൂരൻ തറവാട് നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിന് നിനക്ക് കഴിയില്ല രാമൻകുട്ടി. അയ്യോ ചേച്ചി, നശിപ്പിക്കാനൊന്നും എനിക്ക് ഭാവമില്ല. പക്ഷേ ഞാൻ ഈ തറവാടിന്റെ നടുക്ക് ഒരു ചെറിയ കുളം കുഴി. ആ കുളം ഞങ്ങൾ വികസിപ്പിച്ച് വികസിപ്പിച്ച് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആക്കും, ഇല്ലേ ബോസ്? എന്നിട്ട് ഞാൻ അവിടെ നീന്തി കുളിക്കും. അധികം നാൾ നിനക്ക് ഇവിടെ വിലസാൻ കഴിയില്ല. അല്പായുസ നീ, അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുർബുദ്ധിയൊക്കെ തോന്നുന്നത്. ഇവനോട് ആദ്യം സംസാരിക്കണം മാഡം. പിടിച്ചു വെളിയിൽ ഇറക്കി ചേട്ടേ. വേണ്ട ബോസ്, വേണ്ട, വിട് വിട്. അയ്യേ, കയ്യാങ്കളിക്ക് സമയം ആവട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യമില്ല സംസാരിച്ചാല് മാഡം, കണ്ടതല്ല കാണാൻ പോകുന്നത്. കാണാത്ത പലതും ഇനി കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇതെന്തൊരു ഗതികേടാണ് മാഡം. അവന്റെ ഭരണം വന്നതോടെ ഇപ്പൊ ഞാൻ കൂടി അവന്റെ തൊഴിലാളിയായി. ഞാനും വിഷപ്പാമ്പിനെയാണ് മാഡം പാലൂട്ടി വളർത്തുന്നത്. ആ വിഷപ്പാമ്പിന്റെ വിഷം ചീറ്റിച്ച് വകയ്ക്ക് കൊള്ളാത്ത പാമ്പാക്കി മാറ്റാൻ ഈ സദാശിവന് കഴിയും. ഈ പുത്തൂരം വീട്ടിൽ നിന്ന് ഞാൻ അവർ കെട്ടിക്കെട്ടിക്കും. വേണ്ട, വേണ്ടെങ്കി വേണ്ട. അക്കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ പറയുന്ന പോലെ നാളെ നീ ചെയ്താൽ മതി. ഓക്കെ മാഡം. എക്സ്ക്യൂസ് മീ മാഡം, എന്താ വേണ്ടത്? ടെൽ മീ വാട്ട് യു വാണ്ട്. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ സെക്രട്ടറി, ബോസിന്റെ സെക്രട്ടറി. ഓക്കെ, വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചെയ്യാമയായിരിക്കും. ഇപ്പോ ടൈം 10:30. 10:30 to 11 ബോസിന്റെ റൊമാൻറ്റിക് ടൈമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ ആരെയും അകത്ത് കടത്തിവിടാൻ പറ്റില്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ. താങ്ക് യു. മായ, ഇതിൽ 5 ലക്ഷം രൂപയുണ്ട്. ഫാക്ടറി തൊഴിലാളികൾക്ക് സാലറി കൊടുക്കേണ്ട തുകയാ. എനിക്ക് അത്യാവശ്യമായി ഒന്ന് എസ്റ്റേറ്റ് വരെ പോണം. മാനേജർ വരുമ്പോ നീ ഇത് കൊടുത്തേച്ചാ മതി. അതിനെന്താ ചേച്ചി, ഞാനിതെല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കൂല്ലേ. സത്യത്തില് ഇത് എന്റെ കൂടെ പണമല്ലേ ചേച്ചി. മായ, ഞാൻ പോവാ. ഇപ്പൊ രാമേട്ടന് മനസ്സിലായില്ലേ? എന്റെ ചേച്ചി ഒരു പാവാ. പിന്നെ ഭയങ്കര പാവല്ലേ. കളിയാക്കണ്ട. കളിയാക്കുമല്ലോ. എന്താടോ? എന്താടോ? എന്താണെന്ന്? എന്താണെന്ന് അത് തന്നെ ചോദിച്ചത്, എന്താണെന്ന്. നിങ്ങള് പോ. താൻ പോ. നിങ്ങള് പോ. പോണോ? പോകാം. ഈ പോക്കിൽ എന്തോ പന്തികേറുണ്ട്. കുളിക്കാറുണ്ടോ? കുളിച്ചോണ്ടിരുന്നോ? അയ്യോ, അല്ല, രണ്ടാളും കൂടി ഇത് എങ്ങോട്ട് പോവാ? ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാ. ക്ഷേത്രത്തിൽ ചേച്ചിയുടെ പേരില് രാമേട്ടന് ഒരു വഴിപാട് നടന്നിട്ടുണ്ടത്രേ. ചേച്ചിക്ക് നല്ല ബുദ്ധിയും ആരോഗ്യവും ദീർഘായുസും ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക വഴിപാടാ. അമ്മായേ, ഞാൻ ഇന്നലെ നിന്നെ ഏൽപ്പിച്ച ആ 5 ലക്ഷം രൂപയില്ലേ, അത് ഉടനെ വേണം. ഒരു അത്യാവശ്യ കാര്യത്തിന് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനാ. പോയി എടുത്തിട്ട് വാ. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ, ഇപ്പൊ എടുത്തോണ്ടിരാ.